സംഭവം ഇത് ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞാന് മൂപ്പര് പറഞ്ഞാൽ ഇതൊന്ന് ചെതറും. പിന്നെ കൊണ്ട് കഴിയണ പോലൊക്കെ അങ്ങനെ വാഷ്റൂം. ഓക്കെ, ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹാനോയി സെൻട്രൽ ക്വാർട്ടറിലാണ്, ഓൾഡ് ക്വാർട്ടറിലാണ്. അപ്പോൾ സമയം ഇപ്പോൾ നാട്ടിലത്തെ 6:06, ഇവിടെ 7:37 6:30 എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഈ സമയമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്ന ടൈമാണ്. കാരണം ഓരോ സ്ഥലങ്ങളിൽ കറങ്ങി വന്നിട്ടുണ്ട്. ഇവിടുത്തെ രാവിലത്തെ കാഴ്ചയാണ് ഈ പ്രഭാത കാഴ്ചയായിട്ട് കാണുന്നത്. ഇതേപോലത്തെ ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇതേപോലെ കച്ചവടം ചെയ്യുന്നുണ്ടാവും. ഇതിങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ കൂടുതൽ ഒക്കെ ലേഡീസ് ആട്ടോ കൂടുതൽ. പിന്നെ ഇതേപോലെ ലിച്ചി പോലത്തെ ഒരു സാധനം. ഹലോ, എന്താ ട്രൈ ചെയ്യാൻ തരുന്നുണ്ട്. ഇത് നമ്മളെ Over there. The basket part over there. How much? Okay, 1 kilogram. No. 1 kilo. അപ്പോൾ നമ്മളെ ബസ് ഇവിടെ എത്തി. ഓക്കെ, താങ്ക് യു. ദിസ് ഫോർ നിംബിൻ റൈറ്റ്? Yeah, Ninh Bình. ബസ്സിൽ വേറെയും ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളെ യാത്ര ഹാനോയിൽ നിന്ന് ആരംഭിച്ചു. ഓക്കെ, ഇഷ്ടംപോലെ ബൈക്കുകളുണ്ടാവും. ഈ ഏർലി മോർണിംഗ് ഉണ്ടാവാം. നമ്മളല്ലാതെ വേറെ ക്ലാസ്. Cape, everyone. Yeah. The dancing cape will be the first activity because I'm scared. I'm afraid that the weather will change to rainy in the afternoon. Everyone. So dancing cape first, and in the middle the highway. Maybe after 1 hour, we will have small rest station for you for the breakfast, for the restroom, and also for the shopping if you need. Yeah. We will spend about 30 minutes there, and after that we will need 1 more hour to reach our destination. Yeah. So totally that will be 2 hours and 15 minutes. After the dancing cape, we will spend about 20 minutes to 25 minutes for the cycling activity at our restaurant. നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുത്തു. ജനനം 1996, ഷഫീഖ് അലീസി, മെയിൻലി ഇന്ത്യ, നാഷണാലിറ്റി ഇന്ത്യൻ. ഓക്കെ, താങ്ക് യു. ആൻഡ് നമുക്കൊരു വാട്ടർ ബോട്ടിൽ തന്നു. ഓക്കെ, റോഡുകളൊക്കെ അടിപൊളി റോഡുകളല്ലോ. കാഴ്ചകളും ഇതാണ് ഇവിടുത്തെ വീടുകൾ. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പച്ചപ്പും കരിതാവുണ്ടോ. വണ്ടി എവിടെ നിർത്തി റെസ്റ്റോറൻറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം നിർത്തുന്നുണ്ട്. Purchase ചെയ്യാനുള്ള കേട്ടിട്ടുണ്ട്. And Chili acidic bamboo charcoal, burn the bamboo tree for 10 days at high temperature of 600 to 1200 degrees Celsius. Get to acidic bamboo charcoal. I have this product for you to see. This is must smell when you make back. അപ്പോൾ നിംബിനിക്കുള്ള യാത്രക്കിടയിൽ നമ്മളെ വണ്ടി നിർത്തിയതാണ് ഇങ്ങനത്തെ ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഏരിയയിൽ. ഓക്കെ, Kitchen power, sir. Kitchen power. കിച്ചൺ. അത് ഫുള്ള് ഇങ്ങനത്തെ ഐറ്റംസാണ്. ഓക്കെ, മുള കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആട്ടോ ഫുള്ള്. മുളൻ്റെ സോക്സ്, മുളൻ്റെ എല്ലാം മുളൻ്റെ. Underwear for men. The set for men. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പാൻറ്റീസ് ഉണ്ട്. പാൻറ്റീസിൻ്റെ
ഷോപ്പിൽ കയറിയാൽ ബാമ്പും പുറത്തേക്ക് ഇറങ്ങിയ ബൂമ്പും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതേപോലെ കാട് തന്നെയോ അതിന് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ചു. സോ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളിവിടെ എത്തി. ടിക്കറ്റ് 100 ലക്ഷമാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിന് മുകളിൽ ട്രക്കിങ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഓക്കെ, ടിക്കറ്റിൻ്റെ കോപ്പിയുടെ കൊടുക്കണം. ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹായ്. ഓക്കെ. ആ, ഇവിടെ പരിപാടി ഇതാണ്. ഇതുണ്ടോ, ഇതേപോലത്തെ ഒരുപാട് മൗണ്ടെയിൻസ്. അതായത് ഫുള്ള് താമരൻ്റെ ലോട്ടസ് ഫീൽഡ്സ് ആണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഒരു ബാലി ഫീൽ അല്ലേ? ബാലി ഞാൻ പോയിട്ടില്ല, പക്ഷെ ബാലി വീഡിയോയിൽ കണ്ടിരുന്നു. ആരും വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ്ട് മറ്റോലെ എവിടെയാണാവോ പോലപ്പം ഇങ്ങനെ പോയോക്കട്ടെ. ഓ, സമയം 10:56. 11 MB എത്താൻ പറഞ്ഞു. നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇന്നലെ ഒന്നാമത് ഹാലോങ് ബേ പോയിൻ്റെ ക്ഷീണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ. നടത്തം അത് ഇത് തരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇന്നലെ വന്നിട്ട് ഏകദേശം 3-4 മണി വരെ 3 മണി വരെ അവിടെ നമ്മൾ ഇരിക്കുന്നു. എവിടെ, നമ്മളെ പുതിയ ഹോസ്റ്റലിലല്ലേ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6:30 നീച്ച് ഫോൺ ചെയ്തു. പിന്നെ ക്ഷീണമില്ലാതെക്കോ അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു വൈബ് കേട്ടോ. നമ്മളെപ്പോലുള്ള ടീം അങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മളെപ്പോലാണ്. താങ്ക് യു. ലോട്ടസ് ലേക്ക്, താമരക്കുളം. താമരക്കുളം അതാണ് ഇവിടെ. ട്രക്ക് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് മുകളിലേക്ക് പോവാം. ഇതേപോലെ ഇങ്ങനെ ഫുള്ള് താമരക്കുളം. അതിൻ്റെ മുകളിൽ നമുക്ക് പോകാമല്ലോ കേട്ടോ. ആൾക്കാർ പോകണ്ടാവില്ലേ, കണ്ടങ്ങള് ചെറുതായിട്ട്. കുറച്ചു നേരം നടന്നപ്പോഴത്തേന് അവസ്ഥ നല്ല ചൂടുണ്ട്. ലാസൻ ബഡാസൻ ഇതവിടെ എത്തിച്ചു വേണമല്ലോ. പിന്നെ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ലേ? അതെ, നമ്മളെ പിള്ളേരൊക്കെ മുകളിൽ എത്തിക്കണ്. നമ്മളെത്തും. How is it? Very warm. Very warm. Yeah. Where are you guys from? Luxembourg. Luxembourg? Luxembourg. Okay, nice. നല്ല ചൂട് എന്ന് പറഞ്ഞത്. അവിടെ മറ്റേ ആടുണ്ട് കേട്ടോ, കണ്ടങ്ങള്. അതിന് മുകളിൽ കുറച്ച് ആടും. ആനല്ലല്ലോ, എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. എന്തായാലും പോവാ. മഷ്റൂംസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ട്രക്കിംഗ് ഏരിയ. ദാറ്റ്സ് ഏരിയ. ഇതുണ്ടോ, ഫുള്ള് റോക്സ് ഉണ്ടോ.
ആർട്ടിഫിഷ്യൽ അല്ലാന്ന് വിചാരിക്കും. ട്രക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും വെള്ളം കയ്യിലുണ്ട്. എന്തേലും വാങ്ങിപ്പോരാ. മധുരം എന്തെങ്കിലും കയറ്റ ഐസ്ക്രീം എന്തെങ്കിലും. How much for this? How much for this? 40. Okay. 50,000 ഉറുപ്പിക എടുത്തിട്ടാണ് നമ്മൾ 100, 1000, 10,000 ബാക്കി വന്നു. ഇത് തിരിച്ചു വരുമ്പോൾ കൂടി വേണ്ടി വരും മിക്കവാറും. കാരണം നല്ല പൈസ ഉണ്ട്. Black, một cái hoa đánh nhau. Be careful. Is there anything to watch? No, there's just water. It's just like 2 steps in and then water. Go have a look if you want. Okay. ഇത് വെച്ചിട്ടുണ്ടോ മേ ടൈഗർ കേവ് ആണ്. ഇവിടെ പൈസ വെച്ചിട്ടുണ്ടോ? പുലി ഇരിക്കണുണ്ടോ? ഇതൊക്കെ ഞങ്ങളെ നാട്ടിൽ തന്നെ പിടിച്ചു കൂട്ട് കിട്ടുമോ? ഡ്രാഗണാണല്ലോ അവിടെ ഉള്ളത്. കുറേ നടന്ന് എന്താ ഇതേപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. Go back to my camera. Look at the Yogi. Where you come from? Indonesia. Tonight, you know what football? Football tonight. Yeah. Final of Vietnam and Indonesia. Who's going to win? I love both, okay? Win is okay. അതിൻ്റെ മുകളിൽ എത്തണ്ടല്ലേ? എന്തായാലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല അങ്ങോട്ട് പോകുന്നില്ലേ. എന്തായാലും പോയി നോക്കുക. നല്ല പോണത് സുമാരി അലച്ചു പോയാലും ഒന്നും നടക്കൂല. താഴേക്കുള്ള വ്യൂക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അതിൻ്റെ അത്രമാത്രം വെയിലുകൊണ്ട് പിരാന്ത് പോകേണ്ട സ്ഥലം അവിടെ എല്ലാം തോന്നുന്നുണ്ട്. നേരക്കും കുറേ നടന്നു. അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഏകദേശം ഒരു 3:30 എത്തിക്കണിയാവും. പിന്നെ ഓട്ടോഷനൊക്കെ നല്ല വ്യൂ. നേരെ അവിടെ നടന്നു. I went to the end, like the whole way down. I've been there one time before, I didn't. Really? Yeah. Og gjerne nå er det ristig. Men skal vi komme oss ned til den skyggen eller noe? അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കയറി ആ ഏരിയ കൂടെ തന്നെ എത്തി. നല്ല കൊട്ടൻ ചൂടാണ്. നാട്ടിൽ 9:38 9:48. ഇവിടെ 12 മണിയായി. 11:45 12 മണിയായി. 12 അല്ല 11 ജില്ല.
ഇവിടെ മൂവാക്കേവ് ഇതേപോലത്തെ എന്താ അറിയോ ഫുള്ള് ഭയങ്കര ഹൈപ്പ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയേക്കാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ എന്നാൽ തന്നെ ഇവരൊക്കെ ഭയങ്കര രസമായിട്ട് പോകും. അതുകൊണ്ടാണ് കേരളം കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി. ഹലോ അയ്യോ Good. You tired? ഇതൊക്കെ വിജനമായി കിടക്കണോ? ഫക്കിംഗ് ഹോട്ട്. അങ്ങനെ കഴിച്ചാലും പറയാം ഫക്കിംഗ് വെദർ ഇറ്റ്സ് ഡോണ്ട് ഗുഡ് ഫോർ വെരി. അങ്ങനെ നമ്മൾ കുറച്ചേരം എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കട്ടോ കേട്ടോ. എന്നിട്ട് നേരെ വണ്ടി കയറാം. ഓക്കെ അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. 10 രൂപ ഉള്ളൂ. കരിമ്പ് ജ്യൂസിൻ്റെ മെഷീൻ നോക്കി. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ക്ലാസ്സിൻ്റെ കാലേ കിട്ടുള്ളൂ. കാരണം ബാക്കി ഫുള്ള് പോലെ ഐസിട്ട് നടക്കും. നല്ല ചൂട് ഇങ്ങനെ കണ്ടിട്ട് കൊണ്ടുവന്നത് നല്ല ചൂട്. മോശം അടിക്കാൻ എന്നാൽ മതി. അതേ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബസ് ഇവിടെ ഉണ്ട്. ബസ് കയറി ഇരിക്കുന്നുണ്ടോ? അതിന് 3 മണി വരുന്ന നമ്മൾ. ഹലോ ഇവിടെ വരുന്ന ആൾക്കാരേ നിർബന്ധമായിട്ടും കുട കയ്യിൽ വെക്കുക, സൺസ്ക്രീന്, പിന്നെ ചെറിയൊരു ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ട്. 1-2 ഡ്രസ്സ് ഞാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ഇതിൽ ഇതെല്ലാം വിയർത്തുന്നുണ്ട്. കുറച്ചായിട്ട് മാറ്റണം. പക്ഷെ ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടല്ലോ കേട്ടോ. ഹാലോൻബേല് നൈസ്. ഇത്ര നടക്കാനുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ നിന്ന് ഫസ്റ്റ് തന്നെ നടക്കാൻ തീരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ആദ്യം നമ്മൾ നല്ല സ്ഥലത്ത് എത്തുന്നു, പിന്നെ മെല്ലെ 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 ഇഷ്ടം പോലെ ദിനേശൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ബൈക്ക് പോകണമെങ്കിൽ 4 പെണ്ണുങ്ങൾ. സത്യത്തിൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്ന് നിൽക്കാനാണോ. പക്ഷെ ഷെരീഫ് പോയിട്ടോ. ഓന് നാട്ടിലേക്ക് പോയി. ഓൻ്റെ വിസ ഇന്നത്തോടു കൂടി കഴിയും 29-ാം തീയതി. അപ്പോൾ ഓൻ നേരെ പോയി. ഇഞ്ചതാണെങ്കിൽ വിസ 31-ാം തീയതി വരെ ഉണ്ട്. ഓനാണെങ്കിൽ ഹോച്ചിമിൻ സിറ്റി പോകാൻ നല്ല പൂതിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇനി ഹോച്ചിമിൻ സിറ്റിക്ക് തന്നെ പോകണം. ഞാൻ നാളെ ഇവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് കയറാണ്ട് ഹോച്ചിമിൻ സിറ്റിക്ക് പോകും. കാരണം എൻ്റെ ഫ്ലൈറ്റ് അവിടെ നിന്നാണ്. റീഷെഡ്യൂൾ ആകാൻ നോക്കുമ്പോൾ കോലാലംപൂർക്കാണ് ആദ്യം ഫ്ലൈറ്റ് പോകുന്നത്, മലേഷ്യക്ക്. പിന്നെ മലേഷ്യയിൽ നിന്നാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അറൈവലും ഡിപ്പാർച്ചറൊക്കെ ആയതുകൊണ്ട് ഇത് ലേ ഓവർ ആയതുകൊണ്ട് അവർക്ക് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ നോക്കുമ്പോൾ പൈസയും കൊടുത്തില്ല. അപ്പോൾ അതിലേറെ ബെറ്റർ നമ്മൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇതെടുക്കുമ്പോൾ ഏകദേശം നല്ലൊരു പൈസ വരും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 7,000 സംതിങ്ങാണ് ആ ഫ്ലൈറ്റ് കിട്ടിക്കണത് നാട്ടിലേക്ക്. ഞാൻ വരുമ്പോൾ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ കാണിക്കണത് ഏകദേശം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹാനോയിന്ന് 2 മണിക്കൂർ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോച്ചിമിൻ സിറ്റിയിലെത്തും. അപ്പോൾ ഞാൻ നേരെ ഹോച്ചിമിൻ സിറ്റിക്കുള്ള ഫ്ലൈറ്റ് എടുത്തു. ഹോച്ചിമിൻ സിറ്റിക്ക് ഇവിടുന്ന് ഇത്ര 6 സംതിങ് 6,500 15 ഉറുപ്പിലുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആവശ്യങ്ങൾക്കല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്കിനി നമുക്കവിടെ കാണാം. ഹോച്ചിമിൻ സിറ്റി, ഡനാങ്, ഹാനോയി അടങ്ങുന്ന വിയറ്റ്നാം കംപ്ലീറ്റ് അടിപൊളിയായിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമ്മളെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ അവിടേക്ക് നടക്കണം. ഗൈഡ് മുന്നിൽ നടക്കുന്നുണ്ട്. നല്ല ചൂടാട്ടോ. മറ്റേ സാധനം നോക്കി രാവിലെ കണ്ടില്ലേ. നിങ്ങളുടെ ഈ സ്മെല്ലുണ്ട് ഈ വെള്ളം.
Now 45 minutes for the lunch. Left side will be the restroom. Yeah. Left side will be the restroom, everyone. Hello, sir. Yeah. Later cycling activity here. ഓക്കെ This way to the restaurant. നമ്മൾ ഫുഡ് കഴിക്കാം. എന്നിട്ട് ഫുഡ് കഴിച്ച് 45 മിനിറ്റ് ശേഷം ഇങ്ങോട്ട് വരും. 45 ലക്ഷമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. സ്വിമ്മിംഗ് പൂൾ ആണ്. Et là, maman, il y a des jacuzzi. വി ക്യാൻ സ്വിം. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. നല്ല ഫുഡ് റെസ്റ്റോറൻറ്റ്. ഏസിയാണ്. ഫുഡ് ഐറ്റംസ് ചിക്കന്, ബീഫ്, പോർക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. റൈസ് ഐറ്റംസ്, സലാഡ്സ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് എടുക്കുക. ആദ്യം തന്നെ വന്ന് കടലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഗ്യാസ് കയറിയിട്ടേ ഫുഡ് കഴിക്കാൻ നല്ല വൈബ് പോവും. അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ നല്ല ഫ്രൂട്ട്സ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തുടങ്ങും. ഓക്കെ, വാഷ്റൂം ഉണ്ട്. വാഷ്റൂം അവിടെ ഉണ്ട്. നൈറ്റ് നല്ല ആംബിയൻസ് ആയിരിക്കും കേട്ടോ. എക്സ്ക്യൂസ് മീ, വാഷ്റൂം. ഓക്കെ, ഇവിടെ ഒന്ന് സ്റ്റേ ഒക്കെ തന്നെ കേൾക്കാം. വാഷ്റൂം പോട്ടോ. പിന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ്, ബീഫിൻ്റെ ഒരു ഐറ്റം, ബീഫിൻ്റെ വേറെ ഐറ്റം, ചിക്കന്. പിന്നെ ഇവിടെ പന്നി കാണില്ല, ഫുള്ള് ഇതാണ് ആടും ചിക്കനും കോഴിയാണ്. കഴിച്ചിട്ട് കാണുമോ. സോ നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇനി അടുത്ത സൈക്ലിംഗ് ആണ്. സോ സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഐ ഹാപ്പൻ ടു മീറ്റ് സം ഓഫ് ദ ബ്യൂട്ടിഫുൾ സോൾസ് ഹൂ ദേ ബിലോങ്സ് to Netherlands. Hi. Hi. And Hello. How are you? I'm fine, thank you. so long you been here? Like 1.5 week. okay. So And you? yeah, I'm also this is my 13th day. Okay. Yeah. Where do you live in India? In southern part, Kerala. You heard about the God's own country? You can Google which is the God's own country in the world. Gaia? Not Gaya. Not Gaya is in northeast side. It's in Bihar. Okay. Yeah, it's in Bihar. Okay. But I live in Kerala. Welcome. 0000. Okay. Bye. See you. Take care. Yes, take care. Yeah. You too. അപ്പോൾ നമ്മൾ നേരെ ഹാവ് ഫണ്ടിൻ്റെ കോമഡി ഉണ്ട്. ഞാൻ ദിവസം ഗോഹോബിന്ന് ഗോപിന്ന് ഒരു ദിവസം ഞാനേ നിൽക്കാം. അപ്പോൾ ഒന്ന് ക്ലീൻ ഷേവ് ആണ്, മീൻസ് താടി വെച്ചിട്ടില്ല, നല്ല രസത്തിൽ. ചെറിയ ചെക്കനാ, പാൽക്കാരൻ പയ്യൻ. അതിലൊരു ചെങ്ങായി ഹാവ് ഫൺ എന്നോട് വന്നു ചെയ്തു. അത് ഞാൻ വാട്ട് കൈൻഡ് ഓഫ് ഫൺ ചോദിച്ചു. യു ഫോളോ മീ ആണ്. ഞാൻ കുറച്ച് കൊണ്ട് ഇപ്പോൾ നടന്നു. അതിലിപ്പോൾ മറ്റേതാണേ, കുണ്ടനാണ്. അത് പോകുന്നു. ഹാവ് ഫൺ എന്ന് പറയുമ്പോൾ പല മീനിങ്സ് ഉണ്ട്. അതാണ് ഇപ്പം നമ്മളീ പോണത്. നിമ്പിലെ ഒരു സെറ്റപ്പ് ഏരിയ കൂടെ ഉണ്ടോ, സീറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കുന്നുണ്ട്. നാട്ടിൽ സൈക്കിളിൻ്റെ പിരാന്തുണ്ടായിന് എനിക്ക്. പക്ഷെ അന്ന് എൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടായില്ല, കൂട്ടുകാരൻ്റെ സൈക്കിൾ വാങ്ങിയാണ്ട് പിന്നെ നമ്മൾ അത് അങ്ങനെ പോയില്ല. സൈക്കിൾ വാങ്ങണം. അല്ല പുലിയൊന്നും ഇല്ല ആക്കട്ടെ. ഇതൊക്കെ കറക്റ്റ് നമ്മളൊരു കാളിയാവ് പേരട്ടോ നോക്കി അല്ലേ. മേ നായേ അല്ല അല്ല, ഞാൻ പോയിക്കോളാം. പെരുങ്കൊര
ഈ റൂട്ട് ശരിയല്ല മക്കളെ. കണ്ണ് തെറ്റിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അങ്ങനെയൊക്കെ റിസ്ക് എടുത്തോണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നായൊക്കെ അടിച്ചാൽ പട്ടച്ചോനെ. നല്ല റൂട്ടും പോണ റൂട്ടുണ്ട്. നിങ്ങൾ നോക്കി ഇങ്ങനത്തെ ഏരിയ കൂടെ പോണത്. മേത്തുകൂടെ ഡേഞ്ചറാണ്. രോമെടുത്ത് നോക്കി. സംഭവം നല്ലോണം കളിക്കുന്നു. കജ്ജ് 360 പടിനാണ്ട് കുഴപ്പമില്ല. ആ നായി പട്ടച്ചോനെ മറ്റേ നായിയാണ് ഏത് കട്ടിച്ച ഇറച്ചിന്ന് കൊണ്ടുപോകുമല്ലോ. ഇവിടെ ഉണ്ടാവും. എന്തായാലും ഇവിടെ ശരിയില്ല. ഞാൻ ഇവിടുന്ന് പോകണം. മുഖമൊക്കെ മൂടെ അങ്ങോട്ട് പോയി. ചെറിയ 2 കുട്ടികളും വന്നു. പിന്നെ പറഞ്ഞു പേടിച്ചു. നല്ല രസമായിട്ട് ഇങ്ങനെ പോയിരുന്നു. മൂട് കളഞ്ഞു. കൈതല്ല നായ്ക്കള്. നമ്മൾ വന്നവരൊക്കെ എവിടെയാണാവോ. എന്തായാലും നല്ലൊന്ന് കളി വരാതൊക്കെ. ഇവിടുത്തെ വീടുകൾ അവിടുന്ന് സൗണ്ട് കേൾക്കുമ്പോഴേ, കാറ്റടിച്ച സൗണ്ട് കേൾക്കുമ്പോൾ ഇല ഇളകൂലേ. അപ്പം അങ്ങനെ പേടിച്ചിട്ടുണ്ട്. അത് നായ്ക്കുട്ടികളാണ്. ഇത് ഫുള്ളൊരു കുമ്പളങ്ങി വൈബാട്ടോ. നിമ്പിന് ഫുള്ള് ഇതേപോലെ നോക്കി കാട്. അത് നമുക്ക് പോകുന്ന എങ്ങനെയാണ്. ഓരൊക്കെ ബസ്സിലാണ്. യു ആർ നോട്ട് ടേക്കിംഗ് സൈക്കിൾ. Sorry? Pointless. I mean, with this weather, I'm just going around. What's your name? Felix Where are you from? from Germany. Germany? Okay. In which part? Munich? Bayern? Munich? You know Bayern? Munich? Not sure. So, this is your first day here? No, I'm here for a longer time. I'm a vlogger. I'm vlogging the surroundings and all. But hopefully not me. Yeah, you. No, I don't want this. Okay. Really. സംഭവം ഇത് ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാന് മൂപ്പര് പറഞ്ഞാൽ ഇതൊന്ന് ചെതറും CNP CNPൻ്റെ വാപ്പയാണ്. ഞാൻ CSP ആണ്. ചോലക്കൽ ഷഫീഖ് അലി പുറ്റമണ്ണ. എൻ്റെ വാപ്പ ചോലക്കൽ നാസർ പുറ്റമണ്ണ CNP. ഹായ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓൺ അടിച്ചിട്ടുണ്ട്. സംഭവം നേക്കാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരാൾ മരിച്ചതേ. ഒരാളല്ല, ഹാലോങ് ബേല് മരിച്ചാ പറ്റാ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തിൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ഫീ ജന്നതി. Every soul will taste death once in life. Then why we bother about that? No matter. ഹലോ. നായ്ക്കൾ മാത്രല്ല മതി. അല്ല, ഇത് റോങ് സൈഡ് കയറണുണ്ട്. ഞാൻ ഇതാണ് വണ്ടിക്കാരൊക്കെ ഏത് ചെങ്ങായി ഏത് പൊട്ടം എവിടുന്ന് വരുന്നോ നോക്കിക്കണേ. കാരണം ഞാൻ കാളിയങ്ങാടി കൂടി ഓടുന്ന വണ്ടി അതിലേ, അതായത് ആ സൈഡിൽ കൂടെ. നമ്മളിങ്ങോട്ടാണ് കാളിയത്തെ റോങ്ങാണ് നമ്മളിവിടെ റൈറ്റാക്കി ഓട്ടണ്ടേ.
മനസ്സിലായോ? അതാണ് മാറ്റം. കുട്ടണങ്ങാടി കൂടെ അങ്ങനെ പോകുമ്പോൾ റിസോർട്ടും സെറ്റപ്പാട്ടോ ഇവിടെ. പക്ഷെ ഇതിലേറൊക്കെ എനിക്ക് ഇഷ്ടമായത് ഒക്കെ ഓരോ ബ്യൂട്ടിയാണ്. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിക്കണമെങ്കിൽ മനസ്സിലാവും. ഹലോങ് ബേ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ब्यूटीफुल. हिंदी इങ്ങനെ പറയും भाई एक ज़बरदस्त जगह है, अगर आप विजिट करना ना हालोंग बे विजिट करना. पैसा के बारे में चिंता मत लो, जो वो मज़ा ना मज़ा होगा. പിന്നെ यहाँ ജർമ്മനിക്കാരനോട് ഞാൻ പറഞ്ഞേ ഹലോ, ജർമ്മനിക്കാരോട് ചോദിച്ചേ നമുക്ക് സൈക്ലിങ്ങിന് പോലെ. അപ്പോൾ അവനത് പോയിന്റ്ലെസ് ആണ് ബ്രോ, ഞാനല്ല. അപ്പോൾ ഓന് ഏതൊരു സൈക്കോ ചങ്ങായിയാണ്. കാരണം ഓൻ മറ്റേ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നു ബനാറസിൽ, വാരണസിയിൽ. അവിടെ BHU ഇല്ലേ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അവിടെ സംസ്കൃതം പഠിച്ചാൽ വന്നിന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നേക്കില്ലേ, ഇതാണ് നമ്മൾ സൈക്ലിങ് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൻ പറഞ്ഞാൽ ഇതൊരു പോയിന്റ്ലെസ് തന്നെയാണ്, പക്ഷെ ഇതൊരു വൈബിലിങ്ങനെ സൈക്കിൾ ചെയ്യാണ്. കൊടുത്ത പൈസക്ക് സൈക്കിൾ കൂട്ടി മുതലാക്കുക. ഫുഡ് ചെയ്താലേ നമുക്ക് കഴിച്ചിട്ട് വത്തക്കയും മറ്റു സാധനങ്ങളെ പോകണുള്ളൂ. പിന്നെ ചിക്കനും ബീഫൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് അധികം ഇങ്ങോട്ട് പോകണില്ല. കാരണം എനിക്ക് കുറേ നല്ല എരിവും പുളിയൊക്കെ ഇട്ട് കിട്ടണം. അതിൻ്റെ പെരയിൽ ഇങ്ങനെ വെക്കണം. ഇമ്മി പെങ്ങന്മാരൊക്കെ വെക്കണം ഫുഡ്. വാപ്പ അടിപൊളി കുക്കാട്ടോ. CNP കാണേണ്ടത് ശരിമ്മ നിനക്കില്ലേ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോകാൻ പേടിയാണ് പണ്ടിച്ച്. ഞാനാണ് ഈ പോകണത്. പക്ഷെ നായ്ക്കളെ എത്തിപ്പോകാൻ പേടിയാട്ടോ. വൈബ് തെറ്റിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല വൈ. ഞാൻ എന്തായാലും ഈ ഒരു സാധനത്തിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നഹാങ് ട്രേഡിങ് ആണ്. ബാക്കി നമ്മളെ വണ്ടി ഇതിനങ്ങനെ പോയിരുന്നു. നേരത്തെ പോയി നോക്കാം. കണ്ടോ, റോങ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഇതിലല്ല പോകണ്ട, അതിലാണ്. ഇനി ഈ വണ്ടി കുത്തുമോ അറിയില്ല. എന്തായാലും തിരിഞ്ഞോ. കണ്ടോ നമ്മളോട് കളി. അധികം ഞാൻ അതിൽ പോകണില്ല. കാരണം അറിയോ, വല്ല പുലിയോ നായൊക്കെ വന്നു കഴിഞ്ഞാലേ പേടിയാണ്. അപ്പോൾ വന്ന വഴിക്ക് തന്നെ പോട്ടെ, ചിലപ്പോൾ ഞാൻ കാത്തിക്കുണ്ടാവും അവിടെ. ഇവിടുത്തെ കാഴ്ച കേട്ടോ. റോഡിൻ്റെ വലതുവശം ചേർന്നാണ് വണ്ടികൾ പോവുക അവിടെ. ഓക്കെ, ആ സൈക്കിൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പുളിങ്ങമാരെ നോക്കി, ടാമറിൻഡ് ഇവിടെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാം എല്ലായിടത്തും ഉണ്ട്. വേറെ ആൾ വരുന്നതൊക്കെ. ഹലോ, ലോസ്. സോ നമ്മളെ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ. ഫക്കിങ് ചൂടാണ്. എല്ലാവരും ഉണ്ട്. സോ അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് വിയർക്കൽ നോക്കി മക്കളെ. ടിക്കറ്റ് ഉണ്ട് 20 രൂപ. നമ്മൾ നേരെ ടിക്കറ്റ് ചെക്ക് ചെയ്യും, ഉള്ളിലേക്ക് കയറാം. സൈക്കിളിലേക്ക് സൈക്കിളും കൊണ്ട് കയറാം. ടിക്കറ്റ് എടുത്തു, ഉള്ളിലേക്ക് കയറി. ഇവിടെ നമ്മളെ ഗൈഡ് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഗൈഡ് പറയണ പോലെ പോകുമ്പോൾ
in Vietnamese or Cỏ Lau. Yeah. So this plate associated with here is your Russian. Yeah, Miss. Yeah, Russian. You can read this. This plate associated with 3 dynasty, everyone. Ding dynasty, the Lê dynasty, and the Lý dynasty for 42 years, everyone. And at the 10th century, a king was born. His first name was Đinh Bộ Lĩnh, everyone. He was born in the 9 and 24. First, we call him Đinh Bộ Lĩnh. And when he reached 15 years old, his father died. And at that time, our country was separated into 12, too easy to rule by 12 warlords, everyone. And Đinh Bộ Lĩnh at that time followed one of the leaders. His name is Trần Minh Công. And Trần Minh Công taught his a lot, like the skill army, like how to fight, like how to... ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചേച്ചിമാരെ കണ്ടങ്ങള്. ഹലോ. അപ്പോൾ നമ്മളെ താജ്മഹലല്ല ജമ്മു മസ്ജിദ് കയറുമ്പോൾ ലേഡീസിന് മറ്റേ ഇത് കൊടുക്കില്ല, പർദ്ദ മതി, ഇത് ഇട്ട് മറക്കണം ബോഡി. ഓക്കെ, അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാണ്. ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ പറയുന്നുണ്ട് ഇത് കിങ്ങിൻ്റെ അതാണ് കിങ്ങിൻ്റെ അതാണെന്നല്ലേ. പോയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടെ ഉള്ള എഴുത്തുകളും കാര്യങ്ങളും ഞാൻ വായിച്ചെന്നാണ് പറഞ്ഞതാ. ഓക്കെ, കുളമുണ്ട്, അമ്പലക്കുളമുണ്ട് എന്തായാലും. എൻട്രി ഇവിടെയൊക്കെ ഇതിൻ്റെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ. We will have 2 national treasure. One will be here, one will be inside. We call it the dragon bed, everyone. But not for sleeping, not for lying. Can you guess what it is used for? What it is? അമ്പലക്കുളം എല്ലായിടത്തും ഉണ്ട്. ഇത് ഏകദേശം നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഹാനോയിൽ കണ്ടില്ലേ, ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ അതേ ഒരു സംഭവമാണിത്, ഐ തിങ്ക് സോ. പിന്നെ ഇവിടെ ആരോ ഇങ്ങോട്ട് ഞാൻ കുറേ വീഡിയോ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് മതമെല്ലാം, ഇവിടുത്തെ ആളുകൾ വിശ്വാസികൾ തന്നെയാണ്, ആരോടും മതമെല്ലാന്നൊക്കെ. ഒരു ഡ്രാഗണൊക്കെയാണ്, അതുപോലെ ഗോഡ് ഡ്രാഗൺ, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് ഷാജഹാനും ഔറംഗസീബും ബാബറും അക്ബറൊക്കെ ഉള്ള പോലത്തെ ഹിസ്റ്ററിയാണ്. ഇവിടുത്തെ രാജാവിന് 3 മക്കളുണ്ടായിരുന്നു, അങ്ങനെ വിഷം കൊടുത്തു കൊന്നു, അങ്ങനത്തെ കുറേ ഹിസ്റ്ററിയൊക്കെ പറയണത് സെറ്റപ്പാണ്. ഇന്നത് വേർഷിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെമ്പിൾ കൂടിയാണ്. നമ്മളിവിടെ വെയിൽ കണ്ടാണ്ട് വരുന്നുണ്ട്. ഹലോ ഹലോ ഹായ്. What's your name? Agnes. You from? France. France? Okay. That's right. Allez, ma coco. Okay. ഇത് പാത്തുമ്മയാണ് പോണേ. ചെറിയ പാത്തുമ്മ എന്നെ കാണാൻ ബുദ്ധിൻ്റെ ഭാവന. ഇതിങ്ങനെ ടെമ്പിൾ പരിപാടികളാണ്, ഇതിൽ CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. 2nd floor ഇത് മറ്റേ തന്നെ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടല്ലോ. സായികൻ്റെ വീറാണ് കൊടുത്തിട്ടുണ്ട്, പൈസ ഡൊണേഷൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ ഒരു വെള്ളം വാങ്ങാൻ വരികയാണ് സുഹൃത്തുക്കളെ. നല്ലതാണ്. വാട്ടർ ഹൗ മച്ച്? 10 20 20. Hello, the drink. For a big water, how much? Is it 40? No? Why? How much? 30. I need this. It's a 10 rupees difference.
ഓക്കെ ഓക്കെ താങ്ക് യു. സോ നല്ല ചൂടാട്ടോ ക്ലൈമറ്റ്. ഹായ് ഹലോ ഓക്കെ ബൈ. നമ്മൾ നേരെ വണ്ടി കയറുന്നു. നമ്മൾ ലിംബിലെ അവസാന പരിപാടി, അതായത് എന്താണ് എന്തോ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബോട്ട് റൈഡ്. ബോട്ട് സ്റ്റേഷനിലെത്തി. നമ്മളിപ്പം വേറെയും ആൾക്കാരവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 8 സിംഗിൾ പേഴ്സണുകളാണ്. ആ 8 സിംഗിൾ പേഴ്സണുകളും സെപ്പറേറ്റ് ബോട്ടിൽ നമ്മളിങ്ങനെ പോവാണ്. ഫോണ് മിസ്സായി. ഫോണ് കിട്ടി. പിന്നെ വെച്ചാണ് ഫോണൊക്കെ മിസ്സായി കഴിഞ്ഞു. ടിക്കറ്റ് ഉണ്ട്. താങ്ക് യു. ഫോണ് പോയാൽ എല്ലാം പോയി. ബിസിനസ് നല്ല അവൻ ഇങ്ങനത്തെ ബോട്ടിലാണ് പോകുന്നുണ്ടോ. വെയിൽ വീണ്ടും വെയിൽ. നട്ടുച്ചക്ക് പിരാന്താണ് നമുക്ക്. മുള കൊണ്ടുള്ള ബോട്ടുകളാണ്. Oh, that's for you. Oh, so I have to take that one. I have to take that one. So one for ചൂട് എന്നൊക്കെ പറഞ്ഞാലോ. Too hot. Yeah. Từ ông kia. Oh, sorry. No. Đông này. Đông đó là đông một lao quá này. ഇതിലിങ്ങനെ പോയോ കേട്ടോ. Hello. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ നട്ടപ്പിരാന്ത്. വിയർക്കൊക്കെയുണ്ട് മക്കളെ. ചൂട്. സോ ദിസ് മൈ ഗുഡ് ഫ്രണ്ട്. So what's your name? Hey guys, my name is Lawson. Where are you from? I'm from Melbourne, Australia. What are you doing here? Having a great trip for 2 weeks in Vietnam. Loving it. Very excited. You been in India? I've never been to India. I should try India. Soon. Soon? Let me know. Okay, I'll let you know then. So in which profession you are into? So I'm in sales for radio and broadcasting. Okay. Work You have any YouTube channel or something like that? Don't have any YouTube channel, unfortunately. But shout out to this one. Do you have a YouTube channel? Yep. Yeah, there you go. Shout out to... Yeah, sure. What's it called? Yeah, I will show you. Yeah, show me. So Successors like ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നോക്കി. Proclus, a bit more obscure. പക്ഷേ എത്രക്കാനും ആൾക്കാരാവും. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പോലെ തന്നെ. Sorry, pardon, sorry, your name? Oh, my name? Lawson. Lawson. Yeah. Okay. That's right. Hello. Xin chào. Where you from? Kerala, India. Yeah. Your name? Hiền. Yen. Okay. Okay. Yen is a currency. So yeah. Circles around the black notebooks. Hai bạn. ഇതിങ്ങനെ ഒരു 3 മണിക്കൂറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തു. മീങ്ങൾ നോക്കി. എത്രമാനം മീങ്ങൾ. അമൂറ് ഓർമ്മല്ലമ്മ. ലക്ഷദ്വീപ് നല്ല രസമുള്ള ആംബിയൻസ് ആണ്. ഹായ്. ഇവിടുത്തെ ഒരു അമ്പലമാണ്. ഇവിടുത്തെ ടെമ്പിൾ ഇടോ. നമ്മൾ ആ കടലിലൂടെ പുഴയിലൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നു. പിന്നെ ഇതിനുള്ളിൽ കയറുന്നു. ഇവിടെ കുറച്ച് നേരം കണ്ട് റെസ്റ്റ് എടുക്കുന്നു. നല്ലോണം വിയർക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതേപോലെ ഇവിടെ ടെമ്പിൾ. അത് വലിയൊരു പുഴൻ്റെയും അതിൻ്റെ ചുറ്റിലുള്ള ഒരു കാടിൻ്റെ ഇടയിലാണ്. ഇതുള്ളതെന്ന് ആലോചിക്കണം കേട്ടോ.
ഇവിടുത്തെ ടെമ്പിളുകളുടെ നോക്കി. ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് മദ്യമുണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, പിന്നെ പൈസ, അതൊക്കെ ദക്ഷിണകൾ വെച്ചാണ്. എല്ലാ മതങ്ങളും ഉണ്ട് അല്ലേ, മുസ്ലിംസും ഇതേപോലെ ചില, അതായത് മുസ്ലിം വിശ്വാസത്തിൽ ഇങ്ങനത്തെ പരിപാടി ഇല്ല. പക്ഷേ അതായത് പുത്തൻ നവപ്രസ്ഥാനങ്ങളിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് വെക്കുന്ന സാധനങ്ങളുണ്ട്, ഇതേപോലെ പൈസ വെക്കുന്ന എല്ലാത്തിലുള്ള ചില മദ്ഹബുകളിലും സാധനങ്ങളിലൊക്കെ. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, അവരുടെ വിശ്വാസങ്ങൾക്ക് അങ്ങനെ പോട്ടെ. ഇതൊക്കെ ഡ്രാഗൺ നല്ലൊരു ദൈവമാണ്. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്, പിന്നെ കൊടുങ്കാട് മേലേക്ക് ഡ്രാഗണിൻ്റെ ഇത് പൊട്ടിപ്പൊളിഞ്ഞുണ്ടോ. ഇതിങ്ങനൊരു നല്ല വൈബുള്ളൊരു സ്ഥലം. കുറച്ചേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യും, വീട് തിരിച്ച് അങ്ങോട്ട് പോകും. ഒരു മണിക്കൂറിൻ്റെ റൈഡ്. അപ്പോൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ, പാവങ്ങളാണ്, ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ടിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ ഗുഹകളും മടകളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നേരെ തിരിച്ച് പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഹാനോയിലേക്ക് തന്നെ പോയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മളെ കംപ്ലീറ്റ് ഇവിടുത്തെ ഡീറ്റെയിൽസ്, ട്രാവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിവിധ വീഡിയോകളായിട്ട് ചെയ്യും. പക്ക ഇൻഫോർമേറ്റീവ് സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മൾ വോയേജർ ഗ്രാമിൻ്റെ ഡ്രീം വിയറ്റ്നാം ഇവൻറ്റുകൾ ഉടനെ നമ്മൾ അനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.